അപ്പോൾ ട്യൂറിംഗ് മെഷീൻ ആസ് എ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ അഡീഷൻ എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ 3+2 എന്നുള്ളത് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് ഈ അഡീഷൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 3 റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 1 വെച്ചിട്ടും 2നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 1 വെച്ചിട്ടും ഈ പ്ലസ്സിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ബി. അതായത് ബിയെ നമുക്ക് ഡീലിമിറ്റർ എന്ന് വിളിക്കാം. ഈ ബി എന്ന് ഉദ്ദേശിക്കുന്ന ബ്ലാങ്ക് സിമ്പിൾ എന്നും ഇവിടെ ബി വരുമ്പോൾ അതിനെ ഡീലിമിറ്റർ എന്നും. ഇനി നമുക്ക് ഈ 3+2 ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, 5 എന്ന ആൻസർ കിട്ടണം. ഈ 5നെ നമുക്ക് 3യെ 3 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ 5നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 5 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇൻപുട്ട് ടൈപ്പിലെ ചേഞ്ച് എന്ത് വരുത്തിയാൽ നമുക്ക് ഔട്ട്പുട്ട് ടൈപ്പിൽ 5 1 കിട്ടുമെന്ന് നോക്കാം. അതായത് ഇൻപുട്ട് ടൈപ്പിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടും ബ്ലാങ്ക് സിമ്പിൾ ഉണ്ട്. ഇൻപുട്ട് ടൈപ്പിൻ്റെ തുടക്കം മുതൽ ഡീലിമിറ്റർ കാണുന്നവരെ അല്ലെങ്കിൽ ഇൻപുട്ട് ടൈപ്പിൻ്റെ തുടക്കം മുതൽ ബി കാണുന്നത് വരെ ഉള്ള എല്ലാ എലമെൻസും എല്ലാ സെല്ലിലെ വാല്യൂ നമ്മൾ എടുക്കുന്നു. അതായത് തുടക്കം തൊട്ട് ഡീലിമിറ്റർ വരെ 1 കാണുമ്പോൾ നമ്മൾ 1 അങ്ങനെ തന്നെ എടുക്കുന്നു, റൈറ്റിലേക്ക് പോകുന്നു, വീണ്ടും 1 കാണുന്നു, വീണ്ടും 1 എടുക്കുന്നു, വീണ്ടും റൈറ്റിലേക്ക് പോകുന്നു, 1 കാണുന്നു, 1 എടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം, വീണ്ടും റൈറ്റിലോട്ട് പോകണം. ബ്ലാങ്ക് കാണുമ്പോൾ എന്ത് ചെയ്യണം, ആ ബ്ലാങ്കിനെ നമ്മൾ 1 വെച്ച് റീപ്ലേസ് ചെയ്യണം. അതായത് ഈ ബ്ലാങ്ക് റൈറ്റിലോട്ട് പോയി റൈറ്റ് സൈഡ് മൂവ്മെൻ്റ് ആണ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് പോകുന്നു, ബ്ലാങ്ക് കാണുന്നു, 1 എടുക്കുന്നു, വീണ്ടും റൈറ്റിലോട്ട് പോകുന്നു, വീണ്ടും എന്ത് കാണുന്നു, 1 എടുക്കുന്നു. അപ്പോഴേക്ക് നോക്കുക, നമുക്ക് 3+2 ആണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ കിട്ടേണ്ടത് എന്താണ്, 5 1 ആണ് കിട്ടേണ്ടത്. 1 2 3 4 5. അപ്പം നമുക്ക് 5 1 ഉണ്ട്. പക്ഷേ ഇൻപുട്ട് ടൈപ്പിൽ ആരും കൂടെ ഉണ്ട്, വീണ്ടും ഒരു 1 ഉണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം തെറ്റുമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ 1നെ നമുക്ക് ബ്ലാങ്ക് ആക്കാം. അതിനുശേഷം പിന്നെ എന്താ ഉള്ളത്, ഈ 1നെ നമ്മൾ ബ്ലാങ്ക് ആക്കി, അതിനുശേഷം ബ്ലാങ്ക് സിമ്പിളാണ്, അതങ്ങനെ തന്നെ എഴുതി. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തു പോകുമ്പം ഏത് 1നെയാണ് ബ്ലാങ്ക് ആക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത്, ഏറ്റവും റൈറ്റ് സൈഡിലെത്തി ഈ ബ്ലാങ്ക് കണ്ടു കഴിയുമ്പോൾ ഒന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ട് അതിനെയാണ് ബ്ലാങ്ക് ആക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2+1 ആണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. 2+1 ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻപുട്ട് ടൈപ്പിനകത്ത് ബ്ലാങ്ക് സിമ്പിൾ, 2നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 1, 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബി വെച്ചിട്ട് ബ്ലാങ്ക് സിമ്പിൾ അല്ലെങ്കിൽ ഡീലിമിറ്റർ, പിന്നെ 1നെ 1 വെച്ചിട്ട് പിന്നെ എന്തുണ്ട്, ബ്ലാങ്ക് സിമ്പിളുണ്ട്. അപ്പം ഇതിനെ എന്താ ചെയ്യുന്നത്, നമുക്ക് 2+1 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടണം, 3 കിട്ടണം. അതായത് 3 1 കിട്ടണം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ടൈപ്പ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ടൈപ്പിൽ വരേണ്ടതാണ് പറയാൻ പോകുന്നത്. ഈ 1നെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു, റൈറ്റിലേക്ക് പോയി, ഈ 1നെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു, വീണ്ടും റൈറ്റിലേക്ക് പോയി, ബ്ലാങ്ക് സിമ്പിൾ കണ്ടപ്പോൾ അതിനെ എന്ത് ചെയ്ത്, ബ്ലാങ്കിനെ ചേഞ്ച് ചെയ്തിട്ട് എന്താക്കി, 1 ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, വീണ്ടും റൈറ്റിലേക്ക് പോകണം. എപ്പോൾ വരെ, ഈ ബ്ലാങ്ക് സിമ്പിൾ കാണുന്നത് വരെ റൈറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ എത്തിയതിന് ശേഷം, ഇത് റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ്, റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ എത്തിയതിന് ശേഷം തിരിച്ച്, അതായത് അറ്റത്തെത്തിയെന്ന് ഉറപ്പിക്കാനാണ് റൈറ്റ് വരെ പോകുന്നത്. പിന്നെ ഒരു ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ 1നെ എന്താക്കണം, ബ്ലാങ്ക് ആക്കണം. അപ്പം നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് എന്താ, 2+1 അല്ലേ, അപ്പോൾ 3 കിട്ടിയില്ലേ. ഇനി ഇവിടെ കൊണ്ട് നിർത്തരുതും, ഈ ലെഫ്റ്റ് മൂവ്മെൻറ്റ് എവിടം വരെ പോകണം, ഈ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഇങ്ങേ അറ്റത്തെ ബ്ലാങ്ക് സിമ്പിൾ വരെ പോകണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസൾട്ട് 3 കിട്ടി ട്യൂറിംഗ് മെഷീൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ട്യൂറിംഗ് മെഷീൻ ഫോർ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി അതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം.